ഹായ് ഫ്രണ്ട്സ്, സിന്ധു നദിയുടെ പോഷക നദിയായ റാവി നദി അല്ലെങ്കിൽ രവി നദിയെ കുറിച്ചിട്ട് ഒറ്റ മിനിറ്റ് കൊണ്ട് നോക്കിയാലോ? നമുക്ക് ഈ കാണുന്ന ഫോട്ടോയിൽ നിന്നും കണക്ട് ചെയ്ത് പഠിക്കാം. രവി അദ്ദേഹത്തിന്റെ സുഹൃത്തായ രഞ്ജിത്തിനോട് പറഞ്ഞ ഒരു പുളുവിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പുളുവ് എന്തെന്നോ, രവിക്ക് പണ്ടത്തെ കാലത്ത് ഒരു ഐരാവതം ഉണ്ടായിരുന്നു. ആ ഐരാവതം വെളുത്ത ആന, അതിനെ നോക്കാനായിട്ട് 100 ജവാന്മാരുണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ ഐരാവതത്തിനെ യാത്ര കൊണ്ടുപോകാനായിട്ട് ധാരാളം ലോറി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ആ ഐരാവതത്തിനെ കുളിപ്പിക്കാനായിട്ട് തേൻ ഒഴുകുന്ന ഡാമുണ്ട്. ഇത്രയും മാത്രം മതി നമുക്ക് രവിയെക്കുറിച്ച് അല്ലെങ്കിൽ റാവി നദിയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ. യെസ്, രഞ്ജിത്തിനോട് പറഞ്ഞ പുളു എന്നാണ്. രഞ്ജിത്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കുളുവിൽ നിന്നാണ് റാവി നദി ഉത്ഭവിക്കുന്നത്. അത് മാത്രമല്ല, ഐരാവതം ഉണ്ടായിരുന്നു എന്നാണ്. വേദകാലത്തിൽ ഐരാവതി എന്നറിയപ്പെട്ടിരുന്നത് റാവി നദിയാണ്. അതിനെ നോക്കാൻ 100 ജവാന്മാർ ഉണ്ടായിരുന്നു എന്നാണ്. യെസ്, നൂർജഹാന്റെയും ജഹാംഗീറിന്റെയും ടോംബ് ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റാവി നദിക്കരയിലാണ്. പിന്നെന്താണ്, അതിനെ കൊണ്ടുപോകാനായിട്ട് ലോറി ഉണ്ടായിരുന്നു. യെസ്, ലോറിയെ ലാഹോർ എന്ന് പഠിച്ചോളൂ. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് റാവിയാണ്. അതിനെ കുളിപ്പിക്കാനായിട്ട് തേൻ ഒഴുകുന്ന ഡാം, തെയിൻ ഡാം സ്ഥിതി ചെയ്യുന്നതും റാവി നദിയിലാണ്. അത് മാത്രമല്ല, രവി എന്നാൽ പുരുഷനാമം എന്നോർത്തോളൂ. യഥാർത്ഥത്തിൽ പുരുഷനാമമല്ല, നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പുരുഷനാമം എന്നോർത്തോളൂ. യെസ്, രവി പരുഷ്ണി. യെസ്, പുരാതന കാലത്ത് പരിഷ്ണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും റാവി നദിയാണ്. അപ്പോൾ സിന്ധു നദിയെയും പോഷക നദികളെയും കുറിച്ചുള്ള ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവാം. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.